ഇന്ന് നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു, നമ്മൾ ദൈവത്തിന്റെ ഒരു ദൈവസ്നേഹത്തെ കുറിച്ചായിരുന്നു. ഫണ്ടമെന്റൽസ് ഓഫ് ഹ്യൂമാനിറ്റി. നമ്മുടെ ഒരു മനുഷ്യജീവിതത്തിന്റെ അതിന്റെ ഫണ്ടമെന്റൽസ് എന്താണെന്ന് അറിയണമെങ്കിൽ അത് ദൈവത്തിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ കാണുകയായിരുന്നു. അപ്പൊ നമ്മൾ ട്രിനിറ്റിയുടെ ത്രിത്വത്തിന്റെ ബേസിൽ നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞു. സ്നേഹം എന്താണെന്നുള്ള ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞു. അത് കഴിഞ്ഞത്തെ ക്ലാസ്സിൽ നമുക്കറിയാം, നമ്മൾ അട്രാക്ഷനെ കുറിച്ചാണ് വളരെ ഗഹനമായിട്ട് പഠിച്ചത്. അപ്പം അട്രാക്ഷനെ കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നമ്മുടെ ബിക്കോസ് ഓഫ് അവർ ഒറിജിനൽ സിൻ, നമ്മുടെ ഉത്ഭവഭാവം മൂലം നമ്മളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മൾ സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വി ബിക്കംസ് സെൽഫിഷ്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, നോക്കുന്നുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത്. റിലേഷൻഷിപ്പിൽ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ 3-4 കാര്യങ്ങൾ പറഞ്ഞു. നോയിങ് ആൻഡ് ലവിങ് ഭാഗങ്ങളൊക്കെ പറഞ്ഞു. അതില്ലായ്മ കൊണ്ട് തന്നെ നമുക്കുണ്ടായിരിക്കുന്ന ലോൺലിനെസ്, നമുക്കറിയാം, എംപ്റ്റിനെസ്, മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന അവസ്ഥ, നമുക്കറിയാം, അതെല്ലാം ഇതിന്റെ ഭാഗമാണ് നമ്മൾ കണ്ടു. Today we are going to see specifically about sexual union or the conjugal union between man and woman. നമ്മൾ സാധാരണഗതിയിൽ സെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരുപക്ഷെ the act of coming together between man and woman. പക്ഷെ നമുക്കറിയാം, word sex is not the act. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഫോമൊക്കെ പൂരിപ്പിക്കുമ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, സെക്സ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വളരെ താല്പര്യം നല്ല എഴുതാറുണ്ട്. നമ്മൾ എഴുതുന്നത് whether you're a male or female. അപ്പൊ അതിന്റെ അർത്ഥം, സെക്സിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ who you are, not what you do. മനസ്സിലായല്ലേ? അതായത് നമുക്കറിയാം, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് either as male or female, അല്ലെ? അതാണ് നമ്മുടെ സെക്സ് എന്ന് പറയുന്നത്. That means even a priest has sex, a nun has sex, all of us have sex. We are either male or female. അപ്പൊ ഈ സെക്സിന് തന്നെ there is a being part and a doing part. ഈ being part ആണ് I am a male, I'm a masculine person. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിനൊരു doing part ഉണ്ട്. Because I'm a male, there are certain things that എനിക്ക് certain roles ഉണ്ട്, certain drives ഉണ്ട്, പ്രത്യേക രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊരു ആണ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ കാര്യം. അതാണ് സെക്ഷുവൽ, അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുമ്പോൾ ഡൂയിങ് പാർട്ട്. ലൈക്ക് in a union, man does his part and then woman does her part. അതാണ് അപ്പൊ ഈ സെക്സ് എന്ന് പറയുമ്പം ഓൾവേസ് മനസ്സിലാക്കണം, ഇറ്റ് ഈസ് നോട്ട് ദി ഡൂയിങ് പാർട്ട് മാത്രമല്ല. സെക്സ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും നമുക്ക് ദൈവം തന്നിരിക്കുന്ന, whether we are male or female. മനസ്സിലാകുന്നത്? നിങ്ങൾ സ്വർഗത്തിൽ ചെന്നാലും your sex will continue, your gender will continue. You will either be male or female സ്വർഗത്തിൽ ചെന്നാലും, കേട്ടോ? പിന്നെ എന്താണ് what is, അപ്പം സെക്സ് എന്ന് പറയുന്നത്, ഞാനിപ്പം ഇനി പറയാൻ പോകുന്നത് ഈ സെക്സ് ആസ് എൻ ആക്ട് എന്നതിനെ കുറിച്ച് തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, സെക്സ് ആൻഡ് മാരേജ് ഇസ് ഓൾവേസ് ടുഗദർ. യു കനോട്ട് സെപ്പറേറ്റ് ഇറ്റ്. മാരേജിനെയും സെക്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു കുഞ്ഞിനെയും ഗർഭപാത്രത്തെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. കാരണം ഒരു കുഞ്ഞിന് വളരാനായിട്ട്, ഏറ്റവും ഹെൽത്തി ആയിട്ട് വളർന്നൊരു കുഞ്ഞായി ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും എന്താ പറയുക, അനുയോജ്യമായ സ്ഥലം ഒരു ഗർഭപാത്രം തന്നെയാണ്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്ത്രീക്കും പുരുഷനും ഒന്നായി സ്നേഹിക്കുവാനായിട്ട്. അതായത് എങ്ങനെ സ്നേഹിക്കാനായിട്ടാണ്? അവരെന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, അതായത് എന്റെ സ്പൗസിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് എന്നെ തന്നെ ഒരു ബലിയായി നൽകുവാനായിട്ടുള്ള ഏറ്റവും നല്ല സാഹചര്യമാണ്. അതായത് ഒരു വിവാഹത്തിനുള്ളിലെ അവിടെയാണ് ഇങ്ങനെ നൽകാനായിട്ടുള്ള ഏറ്റവും
അനുയോജ്യമായ സാഹചര്യം. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇപ്പം നമുക്കറിയാം ഒരു തീ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അതൊരു കാട്ടുതീ, എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒരു കാട്ടുതീ ആകാം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് കെൻ ബി നമ്മൾ ഈശോയുടെ മുമ്പിൽ തെളിച്ചു വെക്കുന്ന ഒരു തിരിയുടെ അറ്റത്ത് കത്തുന്ന സെയിം തീയാണ്. പക്ഷെ ഇവിടെ ഇറ്റ് ഈസ് ഇൻ എ വെരി കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ. അവിടെ ആ മഹത്വവും, മനസ്സിലായില്ലേ, ആ തിരിയും തീയും എല്ലാം കൂടെ അത് ശരിക്കും ഒരു മഹത്വമാണ്. അവിടെയാണ് അവിടെ ആ റൈറ്റ് സിറ്റുവേഷൻ, റൈറ്റ് സാഹചര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഈവൻ സെക്സിന്റെ കാര്യത്തിൽ. ഈ സെക്സിനെ നമ്മൾ വിവാഹത്തിന്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കാട്ടുതീ പോലെയാണ്, അത് നശിപ്പിക്കും. കാരണം അതിനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരു പേഴ്സണ് നമ്മൾ സെക്സിനെ നമ്മുടെ ഡിസിപ്ലിന്റെ പുറത്തേക്ക് എടുത്താൽ എന്താ, കാട്ടുതീ പോലെ കാണുന്നവരെല്ലാം അത് എന്നെ നശിപ്പിക്കും, മറ്റുള്ളവരെല്ലാം നശിപ്പിച്ചു പോകും. അതുകൊണ്ട് തന്നെ സെക്സ് ഹാസ് ടു ബി വിത്തിൻ ദി കൺഫൈൻസ് ഓഫ് മാരേജ്. വിവാഹം എന്ന കൂദാശയുടെ ഉള്ളിൽ മാത്രമാണ് സെക്സ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പം എന്താണ് സെക്സ്? ഇസ് ദി, ഞാൻ പറയും, ഇറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദ ലവ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൻ. ഈറോസ്, ഞാൻ പറഞ്ഞത് ഈറോസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഈറോസ് ഇസ് എ ലവ് ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൻ. അപ്പൊ ഈ സ്നേഹത്തിന്റെ ഏറ്റവും പാരമ്യം, അതിന്റെ ഏറ്റവും എന്താ പറയാ, അറ്റ് ദ ജെനിത്ത് ഓഫ് അതിന്റെ ഏറ്റവും പാരമ്യമായ എക്സ്പ്രഷനാണ് എന്താണ് ഈ സെക്ഷൽ ലവ് എന്ന് പറയുന്നത്. അപ്പോ സെക്ഷൽ ലവിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ സാധാരണ വിചാരിക്കും അത് ശാരീരികമായ ബന്ധം. ശാരീരിക ബന്ധം എന്ന് പോലും നമ്മൾ അതിനെ പറയാറുണ്ട്. ശാരീരിക ബന്ധം മാത്രമല്ല. ശാരീരിക ബന്ധം മാത്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ, പൗലോസ്ലിയ പറയുന്നുണ്ട്, നീ ഒരു വേശ്യയോട് ഒന്നാകുന്നുണ്ടെങ്കിൽ നീ അവളുമായി യു ബിക്കം വൺ ഫ്ലെഷ് വിത്ത് ഹെർ എന്നാണ് പറയുന്നത്. അങ്ങനെ വൺ ഫ്ലെഷ് വിത്ത് ഹെർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഈശോ വിശുദ്ധ കുർബാനയായി എന്നിലേക്ക് കടന്നു വരുമ്പോൾ അത് മിയർലി ഒരു ഫിസിക്കൽ യൂണിയൻ മാത്രമാണ്, ഒരു ശാരീരികമായ യൂണിയൻ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ആ ഗോതമ്പിന്റെ കഷ്ണങ്ങൾ ഞാൻ ഡൈജസ്റ്റ് ആയി എന്റെ ശരീരത്തിന്റെ ഭാഗമാകുന്നത് മാത്രമേ ഉള്ളൂ. അതോ ഇസ് ദ മോർ ദാൻ ദാറ്റ്? നമ്മൾ എന്തുകൊണ്ടാണ് ഈശോയുടെ പ്രസൻസ് ഉണ്ടെന്നും നമ്മൾ അത് സ്വീകരിക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെ വണ്ണവും മസിലും വെക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ വി ആർ ട്രാൻസ്ഫോംഡ് വിതിൻ സ്പിരിച്വലി. അപ്പൊ അതിനകത്തൊരു സ്പിരിച്വൽ ഡയമെൻഷൻ ഉണ്ട്. ഒരു നിമിഷം ഒന്ന് ഞാനൊരു ക്ലാസ്സിലാണ്, ഞാനത് കഴിഞ്ഞ് ചോദിക്കാം. ഓക്കെ, അതിനകത്തൊരു സ്പിരിച്വൽ ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ ഇറ്റ് ഈസ്, ഈ ഒരു സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നത് ഒരു ശാരീരിക ബന്ധം മാത്രമല്ല, മറിച്ച് അത് എന്താ പറയാ, അത് എന്താ പറയാ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, ഫിസിക്കൽ, സ്പിരിച്വൽ കമ്മ്യൂണിയനാണ്. എല്ലാം നമ്മുടെ മനുഷ്യന്റെ എല്ലാ തലങ്ങളിലുമുള്ള ഒരു ഒന്നാവലാണ്. അതുകൊണ്ടാണ് ഈ വൺ ഫ്ലഷ് യൂണിയൻ എന്ന് പറയുന്നത് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നീ ആകും, നീ ഞാനായി മാറും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. ഇവിടെ പിതാവും പുത്രനും നമ്മളെ കമ്മ്യൂണിയനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടു. പിതാവും പുത്രനും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് ഒരാള് മറ്റേയാളായി മാറുന്നു, മറ്റേയാള് ഇയാളായി മാറുന്നു. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ദിസ് വൺ ഗോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, നമ്മൾ വിവാഹത്തിൽ നമ്മൾ പറയുന്നുണ്ട് അവർ ഇരുവരും ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്നത്. അപ്പോ വൺ ബിക്കംസ് ദി അതർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. അതാണ്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫിസിക്കൽ യൂണിയൻ മാത്രമല്ല, നമ്മുടെ ആത്മീയമായ ഒന്നാകലുണ്ട് അതിനകത്ത് നമ്മുടെ ഭൗതികമായ ഒന്നാകലുണ്ട്, വൈകാരികമായ ഒന്നാകലുണ്ട്, ശാരീരികമായ ഒന്നാകലുണ്ട്. അപ്പൊ ഒരു പൂർണ്ണമായ ഒന്നാകലാണ് അവിടെ നടക്കുന്നത്. ഇനി ഇത് നമുക്കറിയാം, സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വിവാഹത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ
Sexual union, it is also, ഞാൻ കുറച്ച് കോൺസെപ്റ്റ്സ് പറഞ്ഞു പോകുന്നത്. സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നത്, it is also the renewal of the vows that we have taken at the altar during a marriage. നമ്മൾ വിവാഹത്തിന് നമ്മളൊരു പ്രോമിസ് എടുക്കുന്നുണ്ട് അല്ലെ? പ്രോമിസ് എന്താണ് എടുക്കുന്നത്? ഇന്നു മുതൽ മരണം വരെ അല്ലെ? സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങനെ നമ്മൾ എടുക്കുന്ന ആ പ്രോമിസ് ഉണ്ട്. അവിടെ നമ്മൾ പ്രോമിസ് എടുക്കുന്ന ഇതാണ്, എന്റെ ജീവിതത്തിൽ ഇനി നീ അല്ലാതെ മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. എനിക്ക് എന്ത് സാഹചര്യത്തിലും, അതായത് നിനക്കോ എനിക്കോ നമ്മുടെ ചുറ്റുമോ എന്ത് സാഹചര്യം ഉണ്ടായാലും എനിക്ക് നിന്നോടുള്ള കമ്മിറ്റ്മെന്റിനോ സ്നേഹത്തിനോ യാതൊരു മാറ്റവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് എനിക്ക് ഞാൻ തളർന്നു പോയേക്കാം, ഭാര്യ തളർന്നു പോയേക്കാം, അവർക്ക് ആരോഗ്യമില്ലാതായി പോയേക്കാം, മറ്റ് പല എന്ത് ജോലി ഇല്ലാതായി പോയേക്കാം, ഇറ്റ് ഡസന്റ് മാറ്റർ. എന്തു സംഭവിച്ചാലും ഞാനും നീയും അവസാനം വരെ ഒരു ശരീരമായി ഒരു സ്നേഹത്തോടെ ജീവിക്കുമെന്നുള്ള പ്രോമിസാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ഓൺലി എ പ്രോമിസ്, ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ഫുൾഫിൽഡ്. അപ്പം ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പം എക്സാമ്പിൾ അല്ല, ഞാനിത് ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാണെങ്കിൽ, ഈശോയുടെ ജീവിതത്തിൽ ഈശോ തലേ ദിവസം രാത്രിയില്, മരണത്തിന്റെ തലേദിവസം രാത്രിയില് അപ്പം എടുത്തുയർത്തിയിട്ട് പറയാണ്, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. അതുപോലെ തന്നെ കാസ എടുത്ത് പൊക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ വീഞ്ഞെടുത്ത് പൊക്കിയിട്ട് പറയാണ്, ഇതെന്റെ എന്റെ രക്തമാണ്, നിങ്ങൾ പാനം ചെയ്യുവിൻ. എന്നിട്ട് പറയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി this is the blood that I poured out for you, പുതിയ കവനന്റ്. അപ്പം ഇതൊക്കെ ഈശോ പറഞ്ഞിട്ട് ഈശോ കുരിശിൽ മരിച്ചില്ല എന്ന് വിചാരിച്ചോളൂ, കുരിശിൽ മരിക്കാതെ ഈശോ രക്ഷപ്പെട്ടു പോയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയൊക്കെ സെലിബ്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയില് നമ്മൾ ഈ ഓസ്തി അത് ഈശോയുടെ തിരുശരീരമാണെന്ന് നമ്മൾ വിശ്വസിക്കും? ഇല്ല. അപ്പോ അവിടെ അന്ന് നടന്നത് അവിടെ ഒരു പ്രോമിസ് ആണെങ്കിൽ അതിന്റെ ഫുൾഫിൽമെന്റ് ആണ് നമ്മൾ എവിടെ കാണുന്നത്? പിറ്റേ ദിവസം കുരിശിൽ കാണുന്നത്. അതുകൊണ്ടാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോഴത്തേക്ക് അവിടെ നമ്മളെ രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കുന്നത്. ഈശോ അപ്പം എടുത്ത് ഉയർത്തുമ്പോ തന്നെ ഈശോ കുരിശിൽ കിടക്കുന്നതായിട്ട് കാണിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് രണ്ടും ഒന്നാണ്. ഇതൊരു പ്രോമിസ് ആണെങ്കിൽ അത് അതിന്റെ ഫുൾഫിൽമെന്റ് ആണ് അല്ലെ? രക്തം ചിന്തുന്നു, ഇവിടെ രക്തം ചിന്തുന്നതായിട്ട് ഇതെന്റെ രക്തമാണെന്ന് പറയുന്നത് അവിടെ രക്തം ചിന്തുന്നു. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നതാണ്. പക്ഷെ ഇത് ഒരെണ്ണം മാത്രമായിട്ട് നടന്നാൽ അത് പൂർണ്ണമല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ്, നിങ്ങൾക്കറിയാമോ, കത്തോലിക്ക സഭയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എപ്പോഴാണ് വിവാഹം, ഒരു കപ്പിൾ വിവാഹം കഴിച്ചു എന്ന് നമുക്ക് സഭയിൽ പറയാൻ പറ്റുന്ന എപ്പോഴാണ്? അല്ലെങ്കിൽ സഭ സമ്മതിക്കുന്ന, അല്ലെങ്കിൽ സഭ വാലിഡേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് എൻഗേജ്മെന്റിന്റെ ദിവസം, എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ അവർ വിവാഹം കഴിച്ചു എന്ന് സഭ വിശ്വസിക്കുന്നില്ല അല്ലെ? അല്ലെങ്കിൽ സഭ കൺസിഡർ ചെയ്യത്തില്ല. വിവാഹത്തിന്റെ ദിവസമാണെങ്കിൽ അത് ഏത് സമയത്തായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അൺമ്യൂട്ട് യുവർ സെൽഫ് എന്നിട്ട് ആരെങ്കിലും എപ്പോഴാണ് ഓക്കെ നൗ യു ആർ മാരിഡ് എന്ന് പറയാൻ പറ്റുന്നത്? അത് റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണോ? അതോ സാരി പുടവ തലയിലിടുമ്പോഴാണോ? ബൈബിൾ തൊട്ട് സത്യം ചെയ്യുമ്പോൾ. ഓക്കെ ഓക്കെ, ആരെങ്കിലും വിവാഹ ഉടമ്പടിക്ക് ശേഷം ഒരാൾ പറയുന്നുണ്ട്. വേറെ ആരെങ്കിലും ഒരാളും കൂടെ പറയാം. ഒന്നോ രണ്ടു പേർക്ക് പറഞ്ഞത് കുഴപ്പമില്ല. ആർക്കും ധൈര്യമില്ല? ഓക്കെ റൈറ്റ്. ഞാൻ തന്നെ പറയാം. അത് വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മള് ഭക്ഷണമൊക്കെ അടിച്ച് വയറൊക്കെ ഫുള്ളായി തിരിച്ച് വീട്ടിൽ വന്നാലും യു നോട്ട് യെറ്റ് മാരിഡ്. വിവാഹം സഭയെ സംബന്ധിച്ചോളം വാലിഡ് ആകുന്നത് നിങ്ങൾ എടുത്ത പ്രോമിസ് ഉണ്ടല്ലോ, ആ പ്രോമിസ് ഫുൾഫിൽഡ് ആകുമ്പോൾ മാത്രമേ ഉള്ളൂ. അവിടെ പ്രോമിസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഞാൻ എല്ലാ സാഹചര്യത്തിലും എന്നെ പൂർണ്ണമായിട്ട് നിനക്കൊരു ഗിഫ്റ്റ് ആയിട്ട് നൽകുമെന്നുള്ളതാണ്.
ആ നൽകല് നടങ്ങിയിട്ടില്ല. അത് സംഭവിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം മാൻ ആൻഡ് വുമൻ വെൻ ദേ കം ടുഗദർ ഫിസിക്കലി ഇൻ സെക്ഷുവൽ യൂണിയൻ, അന്നേരം മാത്രമാണ് സഭ ഒരു കപ്പിൾ നൗ ദേ ആർ മാരിഡ്, ആ മാരേജ് വാലിഡ് ആണ്. അതിനാണ് കൺസുമേഷൻ എന്ന് പറയും. കൺസുമേഷൻ. Now the marriage is consummated only when they have a conjugal love. ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് അവിടെ. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം വിവാഹം കഴിച്ച വ്യക്തികൾ പോലും അവർ തമ്മിൽ ഒരു സെക്ഷുവൽ യൂണിയൻ ഇല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എനി റീസൺ. ഇപ്പം ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇറക്ഷൻ ഇല്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ വിവാഹം വാലിഡ് അല്ല. കാരണം അദ്ദേഹം വിവാഹത്തിൽ എൻ്റർ ചെയ്തത്, അതായത് ഈ ഫിസിക്കൽ യൂണിയനിൽ രണ്ടുപേരും ഒന്നാകുകയും കുഞ്ഞുങ്ങൾ, അത് നിങ്ങൾക്ക് രണ്ട് പേർപ്പസ് ആണ് വിവാഹത്തിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യത്തെ എന്ന് പറയുന്നത് യൂണിയനാണ്. സ്ത്രീയും പുരുഷനും, അതായത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വൈകാരികവും ശാരീരികവും ബൗദ്ധികവും ആത്മീയവും ഒക്കെ ആയിട്ടുള്ള ഈ ഒന്നാകലാണ്, ലഭിക്കുന്ന ആ കമ്മ്യൂണിയൻ. അതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെ അവർ ഒന്നാകുമ്പോൾ ദൈവം അവർക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഓപ്പൺനെസ്. അങ്ങനെ രണ്ട് കാര്യം, ഇത് രണ്ടുമാണ് വിവാഹത്തിന്റെ അല്ലെങ്കിൽ സെക്ഷുവൽ യൂണിയന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളറിയാം കത്തോലിക്ക സഭയില് സെക്സ് ഇസ് എ സാക്രമെന്റ്. നമ്മുടെ സഭയില് സെക്സ് എന്ന് പറയുന്ന ഒരു സാക്രമെന്റ് ആണ്, ഒരു കൂദാശയാണ്. അപ്പൊ എത്രമാത്രം സഭ സെക്സിനെ വാല്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അത് അത്ര സീക്രട്ട് ആയതുകൊണ്ട് തന്നെയാണ് കൂദാശ, വിവാഹം എന്ന കൂദാശയ്ക്ക് ഉള്ളിലാണ് അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വൂമ്പിനകത്ത് അല്ലെങ്കിൽ ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞെങ്ങനെ വളർന്നു വരുന്നു, അതുപോലെയാണ് ഈ സ്ത്രീയും പുരുഷനുമായിട്ടുള്ള യൂണിയൻ. അത് ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാനാകാനായിട്ട് കൂദാശ കൊണ്ട്, കൃപ കൊണ്ട് നിറഞ്ഞ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഒരുക്കിയിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പൊ അവിടെ അതുപോലെ കൃപയുള്ളത് കൊണ്ട് നമുക്ക് ഈശോ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനായിട്ടുള്ള കപ്പാസിറ്റി അവിടെ, അല്ല സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സെൽഫിഷ്നെസ് ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ ആദ്യം കണ്ടപോലെ എന്താണ് സ്നേഹം? അവരന്റെ നന്മ. എന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ സ്നേഹം അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, നന്മ എന്തു വന്നാലും എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, അവളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ. അപ്പൊ ഈവൻ സെക്ഷുവൽ ലവ് എന്ന് പറയുന്നത് അവിടെ എന്റെ പ്ലഷറോ എന്റെ സുഖങ്ങളോ, ഞാൻ പൊണോഗ്രഫി കണ്ടിട്ട് അതിനകത്ത് കണ്ടിട്ടുള്ള പൊസിഷൻസോ അല്ലെങ്കിൽ അതിനകത്ത് കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല മാരേജ് എന്ന് പറയുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ ഒരു ബലിയായിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ സെക്ഷുവൽ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? കുരിശിൽ നടക്കുന്ന ഒരു ബലി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിവാഹം നമ്മുടെ കപ്പിളിന്റെ ബെഡ് എന്ന് പറയുന്നത് ഒരു കുരിശ് തന്നെയാണ്, ബലിപീഠമാണ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഭർത്താവ് ഭാര്യയ്ക്ക് തന്നെ ഒരു ബലിയായി നൽകുകയാണ്. ഭാര്യ അത് സ്വീകരിച്ചിട്ട് തന്നെ ഭർത്താവിനും ഒരു ബലിയായിട്ട് നൽകുകയാണ്. അങ്ങനെ ബലിയായിട്ട് നൽകുമ്പോൾ അവർക്ക് ദൈവം നൽകുന്നതാണ് കുഞ്ഞുങ്ങളെ. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ unless a seed falls on the ground and dies, it doesn't become fruitful എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവിടെ സ്ത്രീയും പുരുഷനും തന്റെ ആഗ്രഹങ്ങൾ ഒക്കെ മാറ്റിവെച്ച് അവരിന് വേണ്ടി ഇല്ലാതാകുമ്പോൾ അവിടെയാണ് പുതിയൊരു ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമുക്കറിയാം. അപ്പൊ സെക്ഷുവൽ യൂണിയൻ എന്ന് പറയുന്നത് ഒരു ബലി തന്നെയാണ്. അല്ലാതെ അത് സുഖിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്ലഷറിന് വേണ്ടിയുള്ള ഒരു മെത്തേഡ് എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അതിനകത്ത് പ്ലഷർ ഇല്ലെന്നല്ല, പ്ലഷർ ഉണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാൻ പറയുന്നത് അതിനകത്ത് പ്ലഷർ എന്ന് പറയുന്നത് അതൊരു സ്വർഗത്തിന്റെ മുന്നാസ്വാദനം തന്നെയാണ്. പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ അതിനെ വിളിക്കുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് ദി ഫോർടേസ്റ്റ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. റിയലി ഫോർടേസ്റ്റ് മാത്രമാണ്. അപ്പൊ ഇറ്റ്സ് എ സൈൻ. ഹെവൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ ഹെവൻ ആണെന്ന് പറഞ്ഞാൽ അതാണ് അൾട്ടിമേറ്റ്. അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ അച്ഛന്മാരും സിസ്റ്റേഴ്സ് ഒക്കെ വിവാഹം കഴിക്കാതിരിക്കുന്നതിനൊക്കെ അർത്ഥമില്ലാതായിപ്പോ. നോ, അതല്ല. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഇപ്പൊ നമുക്ക് അതിനെപ്പറ്റി അതും നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്
അവരങ്ങനെ ഒരു അപ്പൊ അവർക്ക് ഇതെല്ലാം നഷ്ടമാകുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മളത് ഇപ്പൊ തന്നെ അതിന് ഉത്തരം പറയാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി വേറൊരാളെ ഉപയോഗിക്കുന്നതല്ല, മറിച്ച് ഞാൻ അവരന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി എന്നെ തന്നെ ഒരു ബലിയായി നൽകുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭർത്താവിനോട് പറയുന്നുണ്ട്, നിന്റെ ശരീരം നിന്റെ സ്വന്തമല്ല, അത് അവളുടേത്. അവളുടെ ശരീരം അവളുടെ സ്വന്തമല്ല, അത് ബിലോങ്സ് ടു ദ ഹസ്ബൻഡ്. അപ്പൊ രണ്ടുപേരുടെയും ശരീരം എന്ന് പറയുന്നത് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ആ ശരീരം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ശരീരം മാത്രമല്ല, എവറിത്തിങ്. ശരീരം മാത്രമല്ല, എന്റെ ഇന്റലക്ട്സ്, എന്റെ ഇമോഷൻസ്, എന്റെ സ്പിരിച്വാലിറ്റി, എന്റെ എല്ലാം, എന്റെ കഴിവുകൾ, എന്റെ മാസ്കുലിനിറ്റി, എവറിത്തിങ് ഐ ഓഫർ ഇറ്റ് ആസ് എ ഗിഫ്റ്റ് ടു മൈ വൈഫ്. അതാണ് നമ്മുടെ പ്രോമിസ് എന്ന് പറയുന്നത്. ഞാൻ എന്നെ തന്നെ ഒരു ബലിയായി നിനക്ക്. ബലി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊല, ആ ബലി സംഗതി സെയിം ആണ്, പക്ഷെ അങ്ങനത്തെ ഒരു ചിന്തയല്ല. ബലി എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിഫ്റ്റ് എന്ന് വിചാരിച്ചാൽ മതി. ഗിഫ്റ്റ് ആണ് ബലി എന്ന് പറയുന്നത്. അത് തന്നെയാണ്. എന്താണ് പഴയ നിയമത്തിലെ ബലി എന്ന് പറയുന്നത്? എനിക്ക് എന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതിന് പകരമായിട്ടാണ് ഞാൻ ഒരാടിനെ അല്ലെങ്കിൽ ഒരു പ്രാവിനെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അതും പൂർണ്ണമായ ബലി ആയതുകൊണ്ട് എന്നെ പൂർണ്ണമായി കൊടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ബലി അർപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഒരു ഡെത്ത് ഉള്ളത്, പിന്നെ ആ ഒരു രക്തമൊലിച്ചിലൊക്കെ വരുന്നതിനാന്ന് ചോദിച്ചാൽ എന്നെ പൂർണ്ണമായിട്ട്, ഞാൻ എന്റെ ജീവൻ പോലും പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നു. അപ്പൊ എനിക്ക് പകരമായിട്ടായിരുന്നു ആടും ഒക്കെ മരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈശോ എനിക്ക് പകരമായിട്ടാണ് കുരിശിൽ മരിക്കുന്നത്. അപ്പം അവിടെ അങ്ങനെയാണ്. അപ്പൊ ഈശോ തന്നെ ഒരു ബലിയായി എനിക്ക് തന്നപ്പോൾ എന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? ഞാൻ അത് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ തന്നെ പൂർണ്ണമായിട്ട്, അപ്പോൾ ഞാനൊരു പാപിയായിരുന്നപ്പോൾ ഈശോ മരിച്ചത്, അല്ലെ? ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹി ഡൈഡ് ഫോർ us while we were still sinners. റോമക്കാരിലൂടെ അത് പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ചിലപ്പം എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ചിലപ്പം പാപിയായിരിക്കാം, എന്നെ സ്നേഹിക്കാത്ത വ്യക്തിയായിരിക്കാം, പക്ഷേ എന്റെ സ്നേഹം അൺകണ്ടീഷണൽ ആയിരിക്കും. കാരണം ഞാൻ പ്രോമിസ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, നമുക്ക് ഒരിക്കലും വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു തിരിഞ്ഞു നോട്ടമില്ല. ഒരിക്കലും ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, എനിക്ക് എങ്ങനെയില്ല ഇതിന്റെ അകത്ത് പുറത്തു കിടക്കണം, ഇത് ശരിയാവത്തില്ല എന്ന് ചിന്തിക്കാനോ അങ്ങനെ ചെയ്യാനോ നമുക്ക് യാതൊരു അവകാശമോ സാഹചര്യവും ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കത്തോലിക്ക സഭയിലെ വിവാഹം എന്ന് പറയുന്നത് ഇൻസെപ്പറബിൾ എന്ന് പറഞ്ഞാൽ അവിടെ വിവാഹ മോചനം ഇല്ല. വിവാഹമോചനം നിങ്ങൾക്ക് ലഭിക്കും എന്നാണെന്ന് ചോദിച്ചാൽ, ഈശോ എന്ന് സഭയെ ഉപേക്ഷിക്കുന്നു അന്ന് ഭർത്താവിന് ഭാര്യ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാം. അത് നടക്കാൻ പോകുന്നില്ല. ഈശോ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. അത് നമ്മൾ എത്ര പാപം ചെയ്താലും നമുക്കറിയാം ഈശോ നമ്മളെ സ്നേഹിക്കും, അവസാനം വരെ അവൻ സ്നേഹിക്കും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് അവൻ ഓരോ നിമിഷവും നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി, അവന്റെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ആ സ്നേഹമാണ് ഞാനും നീയും വിവാഹത്തിൽ പ്രകടിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വിവാഹത്തിൽ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. ഈശോയുടെ സ്നേഹമാണ് എന്നോട്. അതാണ് നമ്മളെ വിളിച്ചത്. അപ്പം എന്റെ ഭർത്താവിന് ഇന്ന സ്വഭാവം ആയതുകൊണ്ട് എനിക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇന്ന സ്വഭാവം ആയതുകൊണ്ട് എനിക്ക് അവളെ സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല അവളോട് നിൽക്കാൻ. നമുക്കൊരു ഒഴികഴിവുകളില്ല. ഇനി അത് പറയാം, ഇതിനു മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും 4 ചാൻസസ് തന്നിട്ടുണ്ട് നോ പറയാൻ വേണ്ടിട്ട്. ആദ്യം വിവാഹം നമ്മുടെ പ്രൊപ്പോസൽ വന്നപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് വേണ്ട, ഇത് ശരിയാകത്തില്ല എന്ന് പറയായിരുന്നു. അവിടെ യെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കാണാൻ വന്നത്. അവർ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നോ എന്ന് പറയാം, അല്ലെ? അപ്പം അവിടെയും യെസ് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അത് എൻഗേജ്മെന്റിലേക്ക് പോകുന്നത്. അവിടെ എൻഗേജ്മെന്റ് ദിവസം നമുക്ക് അവിടെ അച്ഛൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നയാളിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി അത് നീ എടുക്കുന്ന തീരുമാനമാണോ എന്ന് ചോദിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അത് നിന്റെ അപ്പം പറഞ്ഞുകൊണ്ടാണോ, അത് ആരെങ്കിലും ഫോഴ്സ് ചെയ്തുകൊണ്ടാണെന്നല്ല. നീ സ്വാതന്ത്ര്യം, നിന്റെ പുറകിൽ ആരെങ്കിലും തോക്ക് പിടിപ്പിച്ചിട്ടാണ് നിന്നെ കൊണ്ട് അത് പറയിക്കുന്നെങ്കിൽ ആ യെസ് ഇസ് നോട്ട് വാലിഡ്. കാരണം വെച്ചാൽ നിനക്ക് നോ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ നിന്റെ യെസ് ഇസ് നോട്ട് വാലിഡ് എന്നാ പറയാം. മനസ്സിലാകുന്നില്ലേ? അപ്പം നീ അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി യെസ് പറഞ്ഞുകൊണ്ടാണ് വിവാഹത്തിലേക്ക് വരുന്നത്. അത് 4ാമത്തെ ചാൻസ് ആണ്. അവിടെയും ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ നിൽക്കുന്ന മറിയെ നിനക്ക് കെട്ടാൻ താല്പര്യമാണോ,
പൂർണ്ണ സമൂഹത്തോടുകൂടി യെസ് പറയുന്നുണ്ടോ, അതിന് അവിടെ യെസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ആ നിമിഷം, ആ 4ാം പ്രാവശ്യം യെസ് പറയുന്ന മാത്രമേ ഉള്ളൂ. നമുക്കറിയാം സഭയെ റെപ്രസെന്റ് ചെയ്യുന്ന പുരോഹിതനും അവിടെ വന്ന് നമ്മൾ വിളിച്ചു കൂട്ടിയേക്കുന്ന 10,000 ആൾക്കാരും ഇവരെല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് നമ്മൾ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത്, ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്റെ മരണം വരെ, എന്റെ അന്ത്യം വരെ എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഉണ്ടാകത്തുള്ളൂ, അവന് വേണ്ടി ഞാൻ എന്റെ ജീവിതം മുഴുവൻ കൊടുക്കുമെന്ന് പബ്ലിക്കായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ട് ഹൗ കെൻ യു ഗോ ബാക്ക്? എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് 2 ദിവസം താമസിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ല ഒരാഴ്ച താമസിച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ ഇയാളോട് താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് അവകാശമുള്ളത്? അമ്മ ഹാസ് നത്തിങ് ടു ഡു വിത്ത് അവർ മാരേജ്. മനസ്സിലാവുണ്ടോ? അവരുടെ റോള് കഴിഞ്ഞു. അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസേൺ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് സഹായിക്കാൻ പറ്റും. കാരണം ഞാൻ തന്നെ കുത്തിയിരുന്ന് 2 മാസം ഇരുന്ന് ഇവരുടെ ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പഠിക്കുന്ന സമയം അവർക്ക് 2 ദിവസം കൊണ്ട് അവർ പറയും ഇത് വേണ്ട മോനെന്ന്. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ദെയർ റോൾ. അപ്പൊ അവരൊരു 10 അലയൻസ് കൊണ്ടുവച്ചിരുന്ന നീ അതിനകത്ത് കണ്ണടച്ചൊരെണ്ണം എടുത്ത് യെസ് എന്ന് പറഞ്ഞാലും ഞാൻ പറയുകയാണ് അതിനകത്തൊരു മിനിമം ഗ്യാരണ്ടി. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ അറേഞ്ച്ഡ് മാരേജ് എല്ലാവർക്കും പുച്ഛമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. അറേഞ്ച് മാരേജ് എന്താണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ എന്തോ ഞാൻ കെട്ടുന്ന വ്യക്തിയെ വിവാഹത്തിന് മുമ്പ് അറിഞ്ഞാൽ എന്റെ വിവാഹം സക്സസ്ഫുൾ ആകുന്നതാണ്. അത് പൊട്ടത്തരമാണ്. ഞാൻ പറയാണ്, യുനോ നിങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന് it has nothing to do with the success of the marriage. Success of the marriage, it has nothing to do. ഒരു വ്യക്തിയുടെ ബാഹ്യമായ എന്താ പറയുക പ്രവൃത്തികളോ അല്ലാതെ സ്വഭാവമോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നുമല്ല അയാൾ നിങ്ങളെ എത്രമാത്രം നിങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളതിലോ നിങ്ങളെ എത്രമാത്രം പുകഴ്ത്തി പറയുന്നു എന്നുള്ളതിലോ നിങ്ങൾക്ക് കോമ്പാക്റ്റബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ നടക്കാറുണ്ട്. കോമ്പാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. കോമ്പാക്റ്റബിലിറ്റി ഉണ്ട്, ആണും പെണ്ണും ആയിരിക്കണം. ബിക്കോസ് സെക്സ് ഹാസ് ടു ബി ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൻ. ഇറ്റ് കനോട്ട് ബി ബിറ്റ്വീൻ 2 men and 2 women. അത് സെക്ഷുവൽ അല്ല. സെക്സ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് മാൻ ആൻഡ് വുമൻ. അപ്പൊ സെക്ഷുവൽ ഇറ്റ് ഹാസ് ടു ബി ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൻ. അത് സെക്ഷുവൽ ഓർഗൻസ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ സെക്ഷുവൽ ഓർഗൻസിലൂടെയാണ് ഫിസിക്കലി നമ്മൾ ഒന്നാവുന്നത്. അതിലൂടെ മാത്രമാണ്, അല്ലാതെ എക്സ്ക്രീറ്ററി ഓർഗനിലൂടെ ഒന്നും നമുക്ക് ഒന്നാവാൻ പറ്റത്തില്ല. And masturbation is not sin. It's not sex. It is sin. It is a mortal sin. നമ്മൾ വിചാരിക്കും, oh, I don't want to have sex. I will have sex with myself എന്നൊക്കെ പറയുന്ന it is not even sex. It is abusing. It's called self-abuse എന്നാ പറയാ സ്വയംഭോഗത്തിനൊക്കെ. പൊണോഗ്രഫി നമുക്കറിയാം. പൊണോഗ്രഫി ഇന്നത്തെ കാലത്ത് പൊണോഗ്രഫി കാണാത്തവർ ആരാ ഉള്ളത്? കാരണം ഇത് എല്ലാവരുടെയും ഫോണിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇന്നൊരു 90-95% of all of us have watched pornography. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിവാഹം കഴിക്കുന്നത് പോലും ഈ പൊണോഗ്രഫിക്കാരെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ വിവാഹം കഴിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ പൊണോഗ്രഫി ഒക്കെ കാണുന്ന വ്യക്തികൾ വിവാഹം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ആദ്യം ചെയ്യുന്ന വിവാഹത്തിന്റെ ആദ്യത്തെ ദിവസം തന്റെ ഭാര്യ അല്ലെ ഭർത്താവിനെ ആദ്യമായിട്ട് കാണുന്ന ദിവസം they cannot like the body of the spouse. തന്റെ ഭാര്യയുടെ എല്ലാം ഭർത്താവിന്റെ ശരീരത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുക. കാരണം ഇവര് 1000 ശരീരങ്ങൾ, നഗ്ന ശരീരങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അവർക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റുന്നത് തന്റെ മുമ്പ് നിൽക്കുന്ന ശരീരം അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഡെസ്പറേറ്റ് ആകും. എന്റെ ദൈവം, ഞാൻ എന്തായി കാണുന്നത്? ഇതാണോ ഞാൻ കേട്ടത്? ജീവിതകാലം മൊത്തം ഇതിനെയാണോ സഹിക്കേണ്ടത്? അവിടെ തന്നെ വിവാഹം പൊളിയാണ്. ബിക്കോസ് നമ്മുടെ തലയിലുള്ള വിവാഹ ബന്ധം എന്നൊക്കെ പറയുന്നത് ഈ സെക്ഷുവൽ പ്ലഷറിന് വേണ്ടിയിട്ടുള്ള സാധനം. അതും സെക്ഷുവൽ പ്ലഷർ എന്ന് പറയുന്നത് ഇന്ന ടൈപ്പ് ശരീരമുള്ളവർ, ഇന്ന ടൈപ്പ് മനുഷ്യർ, ഇന്ന ടൈപ്പ് ഇങ്ങനെ ചെയ്യുന്നവരെ ഒക്കെ നമ്മളൊരു ടിപ്പിക്കൽ സാധനം തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം പൊണോഗ്രഫിയുടെ ഇഫക്ട്സ് ആണ്. നമുക്ക് ശരിക്കും ആണും സ്ത്രീയും പുരുഷനുമാണെങ്കിൽ they can successfully live a married life. അപ്പോ ഞാൻ പറയുന്നില്ലേ, അപ്പൊ നമ്മൾ തമ്മിലുള്ള ഒരു ആകർഷണം പോലും, നമ്മള് വിവാഹത്തിന് മുമ്പ് തമ്മിൽ ഞാൻ കാണുമ്പം, ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എന്റെ ഭാര്യയെ I was not physically attracted to her and she was also not physically attracted to me, but then I knew this is the right thing to do. എന്റെ ഭാര്യ ആകേണ്ടത് ഇവള് തന്നെയാണെന്ന് എനിക്കും അറിയായിരുന്നു, അവൾക്കും അറിയായിരുന്നു. അതുകൊണ്ട് though it took some time, we decided, ഞങ്ങളുടെ വിവാഹം എന്ന് പറയുന്ന ഒരു decision to love ആയിരുന്നു. അപ്പം it took some time, but then we made a decision to love each other. അപ്പൊ ഇന്ന്
we are inseparably together and beautiful, and the life is so beautiful. So I didn't marry her not because I found something, you know, എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഉള്ളതുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എന്നെ നൽകാൻ, ആ ഒരു വ്യക്തിക്ക് എന്നെ പൂർണ്ണമായി നൽകാനായിട്ടുള്ള ഒരു ഡിസിഷനും അതിന്റെ ജീവിക്കലുമാണ്, അത് ജീവിക്കുന്നതുമാണ്. മനസ്സിലാകുന്നില്ലേ? അല്ലാതെ ഇപ്പൊ നേരത്തെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അറിയാമെന്ന് ഓർത്തോണ്ട് അയാള് ഒരുമിച്ച് നിങ്ങൾ 2 കൊല്ലം ഒരുമിച്ച് നടന്നു, അയാള് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കി അങ്ങനെ കല്യാണം കഴിച്ചെന്ന് ഓർത്തോണ്ട് നിങ്ങളുടെ കല്യാണത്തിന് ബെറ്റർ കല്യാണം ആകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പില് നിങ്ങൾ മിക്കവാറും പരസ്പരം, നിങ്ങൾക്കറിയാമോ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കാണിക്കുന്നത് നമ്മുടെ നല്ല സൈഡ് മാത്രമായിരിക്കും. നമ്മുടെ മോശം സൈഡ് നമ്മൾ ഒരിക്കലും അങ്ങനെ റിലേഷൻഷിപ്പിലൊന്നും കാണിക്കാറില്ല. പിന്നെ വിവാഹം കഴിച്ചു കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ റിയൽ മനുഷ്യനെ തിരിച്ചറിയുന്നത്. അപ്പൊ റിയൽ മനുഷ്യനെ തിരിച്ചറിയുമ്പോൾ നമ്മൾക്ക് സർപ്രൈസ് ആണ്. ഇയാള് ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ, ഞാൻ ഇങ്ങനെ ഒരാളെ അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ക്ലാഷ് തുടങ്ങാം. അങ്ങനെ എന്തോ ഒരു പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഞങ്ങൾക്കറിയാം കുറെ ക്വസ്റ്റ്യൻസ് കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ ചോദ്യം നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞു എന്തുകൊണ്ടാണ് വിവാഹം, സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ വിവാഹം, അപ്പൊ അവർക്ക് ഇത് നഷ്ടമല്ലേ. അപ്പം വിവാഹം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ യൂണിയൻ എന്ന് പറയുന്നതും വിവാഹം എന്ന് പറയുന്നത് ഒരു സൈൻ മാത്രമാണ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അടയാളം മാത്രമാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ ഈ വിവാഹം കഴിച്ചില്ലെങ്കിൽ എല്ലാം തീർന്നു. അത് നിങ്ങൾ ഈ TV ഇന്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇങ്ങനെ അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി അവർ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, ഈ സെക്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? കാരണം ഇന്ന് നമുക്ക് ലോകത്തിലുള്ള മനുഷ്യന്റെ വിചാരം ഈ സെക്സ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല, ജീവിതം കട്ടപ്പോകുകയാണെന്നൊക്കെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്, എല്ലാവരും വിചാരിക്കുന്നത് പോലും. കാരണം അത് അങ്ങനെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ സെക്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതാണോ സത്യം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള 3-4 ലക്ഷത്തോളം വരുന്ന നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സ് ഒക്കെ അവരുടെയൊക്കെ ജീവിതങ്ങൾ എന്ന് നമുക്ക് പറയുന്നത് എന്താണ്? പിന്നെ വെറും നോക്കുകുത്തിയാണോ? അല്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, വിവാഹം എന്ന് പറയുന്നതും സെക്ഷൽ യൂണിയൻ എന്നൊക്കെ പറയുന്ന ഒരു അടയാളം മാത്രമേ ഉള്ളൂ. അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, അടയാളം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കൊച്ചിയിലാണല്ലോ. അപ്പൊ ഇവിടുന്ന് തൃശ്ശൂർക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് പാലക്കാടിന് പോവാണെന്ന് വിചാരിച്ചു. അപ്പൊ തൃശ്ശൂർ എത്തുമ്പോഴത്തേക്ക് അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്, പാലക്കാടിന് 100 കിലോമീറ്റർ എന്ന് വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചു. അത് പാലക്കാടാണോ? അല്ല. അതൊരു അടയാളമാണ്. എന്താണ്? പാലക്കാടിലോട്ട് എന്നെ നയിക്കുന്ന ആരോ ഒക്കെ വെച്ച് ഇന്ന റോഡിൽ കൂടെ പോയാൽ മതി എന്ന് കാണിച്ച് എത്ര കിലോമീറ്ററിലൂടെ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു അടയാളം, ഒരു സൈൻ മാത്രമാണ്, അല്ലെ? അപ്പോ അതിനാണ് അടയാളം എന്ന് പറയുന്നത് പോലെ. അപ്പൊ അടയാളം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, എന്നിട്ട് ഞാൻ തൃശ്ശൂരൊക്കെ കടന്ന് ഞാൻ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ ഈ സൈന് എനിക്ക് ഈ സൈനെ കൊണ്ട് വല്ല ഉപകാരമുണ്ട്? ഇല്ല. ഐ വോണ്ട് ഈവൻ റിമെമ്പർ ദ സൈൻ. എന്ന് പറയുന്ന പോലെ തന്നെയാണ് വിവാഹം എന്ന് പറയുന്നത് ഒരു സൈനാണ്. ഈ സൈനിന്റെ ഫുൾഫിൽമെന്റ് എവിടെയാണ്? ഡെസ്റ്റിനേഷൻ എന്താണ്? നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? എന്താണ് ഈ വിവാഹം എന്ന് പറഞ്ഞൊരു സൈൻ ആണെങ്കിൽ ആ സൈനിന്റെ ഫുൾഫിൽമെന്റ് എന്താണ്? അത് ഈശോയും ഞാനുമായിട്ടുള്ള വിവാഹമാണ്. നമുക്കറിയാം, ബൈബിൾ ബിഗിൻസ് വിത്ത് എ മാരേജ്, ബൈബിൾ എൻഡ്സ് വിത്ത് എ മാരേജ്. ബൈബിൾ എൻഡ്സ് വിത്ത് എ മാരേജ് ഏതാണ്? വിവാഹം യേശുവും സഭയുമായിട്ടുള്ള മാരേജാണ്. അതായത് ഞാനും ഈശോയുമായിട്ടുള്ള മാരേജാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ ബാപ്റ്റിസത്തിലൊക്കെ നിങ്ങൾ ആണും പെണ്ണും ഏത് വേഷമായിട്ടിരുന്നെന്ന് ഓർക്കുന്നുണ്ട്? ഒരു വെള്ള വസ്ത്രം. പക്ഷെ അത് വിവാഹ വസ്ത്രം തന്നെയായിരുന്നു, അല്ലെ? ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരേ വസ്ത്രമായിരുന്നു. കാലും കഴിഞ്ഞിട്ടും പിന്നെയും നീളമുള്ള ഡ്രസ്സല്ല നമ്മളെല്ലാം ഇട്ടിരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഐ എം എ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതിന്റെ അടയാളമായിരുന്നു അത്. എന്ന് പറഞ്ഞ പോലെ തന്നെ വിവാഹം എന്ന് പറയുന്നതും നമ്മുടെ അൾട്ടിമേറ്റ് മാരേജ്, നമ്മുടെ ഈശോയുമായിട്ടുള്ള എന്റെ വിവാഹത്തിന്റെ ഒരു മുന്നാസ്വാദനം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഈ സൈൻ സ്കിപ്പ് ചെയ്തിട്ട്, നമ്മളാണ് സൈനില് 10-60 കൊല്ലം ജീവിച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് ചെല്ലുന്നത്. അതായത് തൃശ്ശൂര് തങ്ങും അങ്ങോട്ട് പോകുന്ന വഴി. അവരങ്ങനെയല്ല, അവര് അവിടെ തങ്ങാതെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയാ? നമ്മളെ സഹായിക്കാൻ വേണ്ടി, നമ്മളിവിടെ തങ്ങുന്നവരെ സഹായിക്കാൻ വേണ്ടി. അപ്പം നമ്മളെ സംബന്ധിച്ചോളം എന്താണ്? അപ്പൊ വിവാഹം എന്ന് പറയുന്നത് ഒരു സൈൻ മാത്രമാണ്.
അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതുകൊണ്ട് ഇവിടെ എനിക്ക് വിവാഹം എനിക്ക് കുളമായല്ലോ, എന്റെ ജീവിതം കട്ടപ്പുകയായല്ലോ എന്നല്ല വിചാരിക്കുന്നത്. വിവാഹത്തിലൂടെ അപ്പം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. വിവാഹത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഞാൻ മുമ്പേ പറഞ്ഞു, ഈ മനുഷ്യന്റെ സ്വഭാവവും അല്ലെങ്കിൽ അയാളുടെ ലുക്സോ അയാളുടെ പ്രത്യേകതകളോ ഒന്നും നിങ്ങളുടെ വിവാഹത്തിന്റെ സക്സസ് ബാധിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താ? അപ്പൊ അങ്ങനെ പറയുമ്പോൾ അടുത്ത ചോദ്യം എന്താണ് വിവാഹത്തിന്റെ സക്സസ്? നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഒരു സക്സസ്ഫുൾ മാരേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാരേജ്, അതിന്റെ പ്രത്യേകതകൾ, 1-2 പ്രത്യേകതകൾ ആർക്കെങ്കിലും പറയാമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പറയും. ആർക്കെങ്കിലും പറയാൻ പ്ലാൻ ഉണ്ടോ? ക്രിസ്തീയ വിശ്വാസത്തിൽ മക്കളെയും വളർത്തിയെടുക്കുന്നത്. ഓക്കെ, അത് അങ്ങനെയാണോ? പറഞ്ഞതൊക്കെ കാര്യമാണ്. അങ്ങനെയാണോ സാധാരണ നമ്മൾ അവരുടെ മാരേജ് കണ്ടോ അത് മക്കളെ വളർത്തുന്ന നോക്കിയിട്ടാണോ നമ്മൾ അങ്ങനെ പറയാ? സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയാ, അവരുടെ ജീവിതത്തിൽ, അതായത് ഇപ്പൊ ഫേസ്ബുക്കില് നമ്മൾ എല്ലാ ദിവസവും ഒരു കപ്പിളിനെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അവർ ഒരു ദിവസം ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നു, പിറ്റേ ദിവസം അതേ ബീച്ചില്, അതിന്റെ പിറ്റേ ദിവസം വേറൊരു സെറ്റ് ഓഫ് ഡ്രസ് ഒക്കെ ഇട്ടുകൊണ്ട് അവർ പ്ലെയിനിൽ എങ്ങോട്ടാണ്ട് പോകുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തൊരു സന്തോഷം അവരുടെ ജീവിതം, എനിക്ക് ഇതുപോലെ ആവണം അല്ലെ? സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയല്ലേ? നമ്മൾ പുറത്തു നോക്കുമ്പോ അവരുടെ ജീവിതം അടിപൊളിയാണ്. അവരെപ്പോ നോക്കിയാലും ചിരിച്ച് കളിച്ച്, അവരൊരിക്കലും സങ്കടപ്പെടുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതാണോ സക്സസ്? അതല്ല സക്സസ്. അപ്പം വിവാഹത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ട്രബിൾസ് ഓഫ് പെയിൻ അല്ലെങ്കിൽ സഫറിങ്ങിന്റെ ആബ്സെൻസ് അല്ല വിവാഹത്തിന്റെ സക്സസ് എന്ന്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം ആരുടെ ആയിരുന്നിരിക്കാം? ഈശോയുടെ ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആ മനുഷ്യന്റെ ജീവിതം ടോട്ടലി അൺസക്സസ്ഫുൾ. കാരണം എവിടെ ചെന്നാലും ആൾക്കാർ കല്ലെടുത്ത് എറിയുന്നു, അയാൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അവസാനം എല്ലാം കൂടെ പിടിച്ചിട്ട് കുരിശെ കയറ്റി കൊന്നു. മനസ്സിലാകുന്നുണ്ടോ? പുറത്തു നോക്കിയാൽ എന്ത് സക്സസ്. പക്ഷെ നമുക്കറിയാം ആ ജീവിതമായിരുന്നു ഏറ്റവും സക്സസ്ഫുൾ. അപ്പം സക്സസ്ഫുൾ ജീവിതത്തിൽ എപ്പോഴും വേദനകളുണ്ട്, എപ്പോഴും റിജക്ഷൻസ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, if your marriage is successful if it is holy. അതെ, വിശുദ്ധത്തിൽ മക്കളെ വളർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെയാണ്. അപ്പം അതിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ വിവാഹം കഴിക്കുന്നത് സന്തോഷത്തിന് വേണ്ടി. അതായത് എൻ്റെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് ബൈക്കെല്ലാം അടിച്ചു പൊളിച്ച് ചെത്തി നടക്കണം, ആദ്യത്തെ 1 വർഷം പിള്ളേരൊന്നും കാണല്ല, എന്നിട്ട് നമ്മൾ അവിടെ 3 ദിവസം താമസിക്കണം, ഇവിടെ ഇതാണ്, പിന്നെ എന്നിട്ട് അടിച്ചു പൊളി. അപ്പൊ ഇങ്ങനെ കുറെ ഡ്രീംസ് നമ്മുടെ തലയിലുണ്ടായിരിക്കാം. പിന്നെ ആദ്യത്തെ കൊച്ചുണ്ടാവണം, അവൻ അങ്ങനെ ഇരിക്കണം, തക്കുട് പോലെ ഇരിക്കണം, അന്നെ പോലെ ഇരിക്കണം, എന്നെ പോലെ ഇരിക്കണം, അങ്ങനെ കൂടെ നമ്മൾ കുറെ ഈ ഡ്രീംസ് എല്ലാം ഫുൾഫിൽഡ് ആകുന്നതാണ് നമ്മളെ സംബന്ധിച്ചോളം സക്സസ്ഫുൾ മാരേജ്. നോ വേ. അവിടെ എങ്ങനെയാണ് ഈശോയുടെ ഹിതം അതല്ലെങ്കിലും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന മാരേജാണ് സക്സസ്ഫുൾ മാരേജ് എന്ന് പറയുന്നത്. അത് ദൈവം അനുവദിക്കുന്ന സഹനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ ദൈവം അനുവദിക്കുന്ന സഹനത്തിനകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വി ആർ ഡിസിപ്ലിനിങ് ourselves. എന്റെ സെൽഫിഷ്നെസ്സിൽ നിന്ന് ഞാൻ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഭാര്യയെ, അവൾ എന്നെ റിജക്ട് ചെയ്യുമ്പോഴും സ്നേഹിക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ പഠിക്കുകയാണ്. എന്നെ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു? ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. Is it possible for you to love someone whom you don't like? Is it possible for you to love someone whom you don't like? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ആരെങ്കിലും പെട്ടെന്നൊന്ന് ഉത്തരം പറയാമോ? പോസിബിൾ ആണ്, ബൈ ദ ഹെൽപ്പ് ഓഫ് ഗോഡ്.
അത് തന്നെയാണ് കാര്യം. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് ഈ വിവാഹത്തിന് മുമ്പ് എന്റെ ഇഷ്ടം തപ്പി നമ്മൾ പോകുന്നുണ്ട്. ഇഷ്ടം തപ്പി പോകുന്നത് തെറ്റായിട്ടല്ല, പക്ഷെ അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയുന്നത് ആ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ സ്നേഹിച്ചു അല്ല വിവാഹം കഴിച്ചുകൊണ്ടല്ല നമ്മുടെ വിവാഹം സക്സസ്ഫുൾ ആകാൻ പോകുന്നത്. മറിച്ച് ഞാൻ വിവാഹം കഴിച്ച വ്യക്തിയെ സ്നേഹിക്കാമെന്നുള്ള തീരുമാനവും അതിനുവേണ്ടി എന്റെ ജീവൻ കൊടുക്കലുമാണ് നമ്മുടെ വിവാഹത്തിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിവാഹം കഴിച്ചിട്ട് 6 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എല്ലാ ദിവസവും അടി തല്ലാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോകാനായിട്ട് തോന്നുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അൺസക്സസ്ഫുൾ വിവാഹം ആയതുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ ചാലഞ്ച് ഉണ്ടാകുന്നത്. അത് 2 വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ ആ 2 വ്യക്തികളെ മനസ്സിലാക്കി സ്നേഹിക്കാനായിട്ട് സമയമെടുക്കും. എന്റെ ജീവിതത്തിൽ എനിക്കൊന്ന് 10 കൊല്ലത്തോളം എടുത്ത് എനിക്ക് എന്റെ ഭാര്യയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനായിട്ട്. അപ്പൊ പിന്നെ ഈ 6 മാസം കഴിയുമ്പോൾ തന്നെ എങ്ങനെ, ഹൗ ക്യാൻ യു ഡിസൈഡ് വെദർ യുവർ മാരേജ് ഇസ് സക്സസ്ഫുൾ ആണോ? മനസ്സിലാകുന്നില്ലേ? ഇംപോസിബിൾ ആണ് അത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ ചിന്ത തന്നെ മാരേജിന്റെ സക്സസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഞാൻ പറയാം, നമ്മളിപ്പോ ആദ്യത്തെ കുഞ്ഞിന് ചിലപ്പോൾ എന്തെങ്കിലും അസുഖത്തോടു കൂടിയാണ് ഉണ്ടാവുന്നത് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച ഉടനെ തന്നെ ഇപ്പൊ എനിക്കൊരു അസുഖം വന്നേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യലി ജോലി എല്ലാം പോയേക്കാം. അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ വാട്ട്? അവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചുറ്റും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും എന്റെ സന്തോഷം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? എന്റെ സന്തോഷത്തിന് ഒരു സോഴ്സേ ഉള്ളൂ, അത് ഈശോ. നമ്മൾ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് എന്താണ് സെൽഫ് നോളജ് ആൻഡ് സെൽഫ് പൊസഷൻ എന്ന് പറയുന്നത്. ഐ നോ ദാറ്റ് ഹി ലവ്സ് മീ. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. അത് എന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാവരും എന്നെ റിജക്ട് ചെയ്താലും എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് എനിക്കുള്ള ഉറപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവിടെയാണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത്. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ എന്നെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു താൽക്കാലിക സന്തോഷമൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒരിക്കലും ഒരു പെർമനന്റ് സന്തോഷം അവിടെ നിന്ന് വരത്തില്ല. കാരണം അവർക്ക് പെർമനന്റ് സന്തോഷം തരാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത്. അതിനാണ് ജോയ് എന്ന് പറയുന്നത്. ജോയ്, എവർ ലാസ്റ്റിംഗ് ജോയ് എന്ന് പറയുന്നത് ഈശോയ്ക്ക് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് ഈശോ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ള അറിവുണ്ടല്ലോ, ആ നോളജ്, അത് നമ്മൾ പഠിച്ചതാണ്. അതാണ് എന്റെ വിവാഹത്തിന്റെ അങ്ങനെ ഒരു ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ ഭാര്യ അല്ല എന്റെ ഭർത്താവ് ഭയങ്കര അബ്യൂസീവ് ആണ്, എന്നെ എല്ലാ ദിവസവും വീട്ടിൽ ചെന്ന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അയാളുടെ കൂടെ, അങ്ങനെയുള്ള എങ്ങനെ ഞാൻ ഒരുമിച്ച് താമസിക്കും, ചേട്ടൻ തന്നെ പറ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ എന്റെ സന്തോഷം വരാൻ പോകുന്നത് എന്റെ ചേട്ടന്റെ അടുത്ത് നിന്നല്ല, എന്റെ സന്തോഷം വരുന്നത് ദൈവത്തിന്റെ അടുത്ത് നിന്നാണ്. അപ്പം ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും വെച്ചുകൊണ്ടാണ് ഈ സ്നേഹിക്കാൻ കൊള്ളിയല്ലാത്ത വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നത്. അവൻ ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോഴും ഞാൻ അവന്റെ കാല് കഴുകും, അല്ലെങ്കിൽ അവന് ഭക്ഷണം വെച്ചു കൊടുക്കും, അവന്റെ മുറിവുകൾ ഉണക്കി കൊടുക്കും. അങ്ങനെയാണ് ഐ മൈറ്റ് വിൻ ഹിം ബാക്ക്. ചിലപ്പം ജീവിതകാലം മൊത്തം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ അവസാനം വരെ അവൻ നമ്മളെ സ്നേഹിച്ചു എന്ന് വരത്തില്ല. പക്ഷേ ദാറ്റ് ഈസ് എ സക്സസ്ഫുൾ മാരേജ് ഞാൻ പറയാം. കാരണം എന്താണ്? യു ഹാവ് ബിക്കം എ സെയിന്റ് ബൈ നൗ. കാരണം അവൻ അത്രയും സ്നേഹിക്കാതിരുന്നിട്ടും നിന്നെ ഉപേക്ഷിച്ചിട്ടും അവസാനം വരെ നീ അവനെ സ്നേഹിച്ചെങ്കിൽ യു ആർ എ സെയിന്റ്. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതാണ് ഹീറോയിക് ലവ് എന്ന് പറയുന്നത്. അതാണ് അവിടെ ഹോളിനെസ് ഉണ്ട്. അവിടെ ഹോളിനെസ് ഉണ്ട്. നിങ്ങളുടെ മക്കൾ ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങളുടെ മക്കള് പിന്നെയുള്ള തലമുറ നിങ്ങളുടെ ആ ഒരു സാക്രിഫൈസ് മൂലം വിശുദ്ധരായി തീരുന്നതാണ്. ദെൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, അടുത്ത തലമുറയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ പരിണിത ഫലം നമുക്ക് അവിടെ കാണാം. ഇറ്റ്സ് ഈസി. 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോവാം. മനസ്സിലാവുന്നില്ല? നിങ്ങൾക്ക് വേണേൽ വീട്ടിൽ പോയിരിക്കാം, അല്ലെങ്കിൽ വേറൊരാളെ കെട്ടാം, എന്ത് വേണം ചെയ്യാം. പക്ഷേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്സ് നോട്ട് ക്രിസ്ത്യൻ ടു ഡു ഇറ്റ്. അത് ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യമല്ല. ക്രിസ്ത്യാനി വിവാഹം കഴിക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് വിശുദ്ധരാകാൻ വേണ്ടി തന്നെ ഒരു ബലിയായി അവരിന് നൽകിക്കൊണ്ട് ആ വിശുദ്ധിയുടെ, അതാണ് ഈശോ പറയുന്നത്. എന്താണ് വിശുദ്ധ? അതായത് കിങ്ഡം ഓഫ് ഗോഡ്, ദ റോഡ് വളരെ നാരോയാണ്, അതിന്റെ എൻട്രൻസും വളരെ നാരോയാണ്. ആൾക്കാർ അപ്പുറത്ത് വീതിയുള്ള റോഡ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പക്ഷെ ഈ റോഡ് എന്ന് പറയുന്നത് വളരെ വീതി കുറഞ്ഞ റോഡാണ്, അതിന്റെ എൻട്രൻസും വളരെ ചെറുതാണ്.
It's difficult, but it is not impossible. ഇപ്പം സഹോദരൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് കാര്യം. വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് ദൈവം സ്നേഹിക്കുന്ന പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അല്ലാതെ ഞാൻ എന്നെ TV പഠിപ്പിക്കുന്ന പോലെ, ഇന്റർനെറ്റ് പഠിപ്പിക്കുന്ന പോലെ, ഗൂഗിൾ പഠിപ്പിക്കുന്ന പോലെ അല്ല ഞാൻ സ്നേഹിക്കുന്നത്. എന്റെ മുമ്പിലുള്ള എന്റെ മോഡൽ എന്ന് പറയുന്നത് ഈശോയാണ്, ദൈവമാണ്. നമ്മൾ ഓൾറെഡി ഈശോയുടെ സ്നേഹം എങ്ങനെയാണെന്നും ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണെന്നും നമ്മൾ ഓൾറെഡി കണ്ടതാണ് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ. അതുപോലെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഇനി ഞാൻ എനിക്ക് തോന്നുന്ന കുറച്ച് നിങ്ങൾക്ക് സംശയമൊക്കെ ഇനി അടുത്ത ആഴ്ച ചോദിക്കുമ്പോഴത്തേക്ക് കുറെ ഏരിയാസ്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഇതിനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള സമയം നമുക്കില്ല. അപ്പൊ ഇനി ഞാൻ ഈ ക്ലാസ് എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഒരു യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയുക, യഥാർത്ഥ സ്നേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കാം. നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത്, വിവാഹത്തിൽ നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് നമ്മള് ഭാര്യയും ഭർത്താവ് നമ്മൾ ഒരുമിച്ച്, അല്ല അണ്ണും പെണ്ണും ഭാര്യയും ഭർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അത് ഭാര്യയും ഭർത്താവ്, മനസ്സിലായില്ല. അപ്പം ഓൾട്ടറിന്റെ ഫ്രണ്ട് എന്ന് അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ആ പ്രോമിസ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഇതാണ്: ഞാൻ എന്നെ തന്നെ സൗജന്യമായിട്ടും മുഴുവനായിട്ടും വിശ്വസ്തയോടുകൂടിയും പിന്നെന്താ ഫലദായകമായും എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾ ആയും എനിക്ക് എന്നെ തന്നെ നിനക്ക് നൽകുന്നു. എന്തൊക്കെയാണ്? ആദ്യം സൗജന്യമായി എന്ന് പറഞ്ഞാൽ ഈശോയെ കുരിശിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു കുരിശുണ്ടെങ്കിൽ, ഒരു കൊന്തേല ബാക്കി എന്തെങ്കിലും ഒരു കുരിശുണ്ടെങ്കിൽ അത് കൈ പിടിച്ചിട്ടൊന്ന് ഈശോയെ ഒന്ന് നോക്കിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ആദ്യത്തെ ചോദ്യം ഇതാണ്: നിന്റെ സ്നേഹം സൗജന്യമായിരുന്നു? അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ഉത്തരം യെസ് തന്നെയായിരിക്കും. കാരണം ഈശോ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല, തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. നമ്മൾ പാപം ചെയ്ത് നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാന്നല്ല പറഞ്ഞത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വചനം ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പം അതാണ് ഫ്രീ. ലവ് ഇസ് ഫ്രീ. എന്റെ സ്നേഹം, എന്റെ ഭാര്യയോടുള്ള, എന്റെ ഭർത്താവിനോടുള്ള എന്റെ സ്നേഹം സൗജന്യമാണോ? അതോ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ തിരിച്ച്? ഡു ഐ ഹാവ് എൻ അജണ്ട? മനസ്സിലാകുന്നുണ്ടോ? എന്റെ ചില കാര്യങ്ങള് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കല്യാണത്തിന് മുമ്പ് 10-15 ലിസ്റ്റ് എഴുതിക്കൊണ്ട് നടന്ന ആളാണ്. എന്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഞാൻ. അവസാനം പെണ്ണ് കണ്ടപ്പം എനിക്ക് മനസ്സിലായി, ദിസ് ഇസ് ദ ഗേൾ. അതിനകത്ത് ഈ 15 കാര്യങ്ങളും അവൾ ഫുൾഫിൽ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഐ ന്യൂ ദിസ് ഇസ് ദ വൺ. അപ്പം അതൊക്കെ കാറ്റി പറക്കണം. നമുക്കങ്ങനെ പ്രിഫറൻസ് വേണ്ടാന്നൊന്നുമല്ല, പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒറ്റ പ്രിഫറൻസ് ഉണ്ടായിരിക്കുക. ഞാൻ ആണാണെങ്കിൽ അതൊരു പെണ്ണായിരിക്കണം, പെണ്ണാണെങ്കിൽ അതൊരു ആണായിരിക്കണം. ദാറ്റ് ഈസ് ദ മിനിമം പ്രിഫറൻസ്. മനസ്സിലായല്ലേ? കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് അതാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പുറത്തേക്ക് പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉണ്ട്. നമ്മളിപ്പോ ഒരു സാഹചര്യത്തിലും കൾച്ചറിലും ജീവിക്കുന്നത് കൊണ്ട് എന്റെ പേരൻസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. എന്റെ കുടുംബം വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. എന്റെ കൾച്ചറൽ സിറ്റുവേഷൻ. ഇപ്പൊ ഞാൻ പറയും, ഇപ്പം ഞാൻ വേറൊരു കൾച്ചറിലുള്ള ഒരാളെ വിവാഹം കഴിക്കാനാണെങ്കിൽ നമുക്ക് ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. നിങ്ങൾ ആ ചാലഞ്ചസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബത്തെയും സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം. അതല്ലെങ്കിൽ പിന്നെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, ഇപ്പം ഒത്തിരി നല്ല വെൽതി ആയിട്ടുള്ള ഒരു വ്യക്തി ഒട്ടും വളരെ പോറസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളുമായിട്ട് വിവാഹം കഴിച്ചാൽ ഈ സെയിം പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം. അതൊരു പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ കോമ്പാറ്റബിലിറ്റി പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദം ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മളറിയാം, ഒരു ഭയങ്കര പൈസ ഉള്ള വീട്ടിലെ ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുകയല്ല മറ്റേ ആളുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ എപ്പോഴും ഓൾവേസ് അതാണ് ഈ നമ്മുടെ ഈ കാരണവന്മാരെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് നമുക്ക് പറ്റിയ കുടുംബമാണോ, നമുക്ക് പറ്റിയ കൊച്ചാണോ, അതാണ് ഞാൻ ഈ പറയുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ആക്ച്വലി. അത് ചെയ്തോട്ടോ, അത് അവരോ നിങ്ങളോ ഒക്കെ ചെയ്തോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള സാധനം ഉണ്ടായിരിക്കണം. വിരലിന്റെ നീളം, തലമുടി ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. അതിന് കുഴപ്പമുണ്ടെന്നല്ല, യു കെൻ ഡു ഇറ്റ്. പക്ഷെ നിങ്ങളുടെ വിവാഹത്തിന്റെ സക്സസ് ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ദാറ്റ്.
അത്ര ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സോ പ്രിഫറൻസ് യു ക്യാൻ ഗോ ഫോർ എനിത്തിങ്. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ മാട്രിമോണിയൽ സൈറ്റിനകത്തൊക്കെ അത് മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഫോണൊക്കെ മേടിക്കുന്ന പോലെയാണ്. ഇന്ന കപ്പാസിറ്റി ഉള്ള, ഇന്ന സ്റ്റോറേജ് ഉള്ള, ഇന്ന ലുക്കുള്ള, ഇന്ന ക്യാമറ ഉള്ള ഒരു സാധനത്തിന് വേണം എന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. അത് നോക്കുന്നു, ഇഷ്ടമുള്ള സാധനത്തിനെ തിരഞ്ഞെടുക്കുന്നു, എന്നിട്ട് അതിനെ ഉപയോഗിക്കാൻ നോക്കുന്നു, എന്നിട്ട് ഉപയോഗിച്ചിട്ട് കൊള്ളത്തില്ലെങ്കിൽ കളയുന്ന അടുത്ത മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് ഈ കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റി. ദിസ് ഇസ് നോട്ട് മാരേജ്. ഇങ്ങനെയല്ല വിവാഹം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞു, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. എന്നെ തന്നെ ഫ്രീ ആയിട്ട് എന്റെ കയ്യിലുള്ള കൊടുക്കുന്നതല്ല, എന്നെ തന്നെ ഒരു എന്നെ തന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്നെ തന്നെ എന്റെ ഭാര്യയ്ക്ക് ഫ്രീ ആയിട്ട് നൽകുക. ഫ്രീ ആയിട്ട് ഈശോ അങ്ങനെയാണ് നൽകിയത്. ഈശോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈശോ പറഞ്ഞ എന്നാണ്, പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവൻ മരിച്ചത് നമ്മളാണ് അവനെ ഹി ലവ്ഡ് us ഫസ്റ്റ് എന്താ പറയാ, നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടൊന്നല്ല, അവനാണ് നമ്മളെ അന്വേഷിച്ച് വന്നത്, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ഹോസിയയുടെ കഥ കേട്ടിട്ടുണ്ട്. ഹോസിയ വിവാഹം കഴിച്ച ആരെയാണ്? ഹോസിയ വിവാഹം കഴിച്ച ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയാണ്. ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിവാഹം കഴിച്ച് നമുക്കറിയാം, നമ്മളോടാണ് അങ്ങനെയൊക്കെ കെട്ടുപ്രായമായിട്ട് നിൽക്കുമ്പോൾ നമ്മളോട് ഈശോ രാത്രി വന്ന് പറയാണ്, നീ ഒരു വേശ്യയെ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക്, പക്ഷെ അവിടെ ഓസിയ ചെന്ന് അത് അനുസരിക്കുകയാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാല് നമുക്കറിയാം, ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്ന ആ സ്ത്രീ വിവാഹം കഴിഞ്ഞിട്ടും അവളെ പഴയ രീതിയിൽ തന്നെയാണ്, അവൾക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ ഈ മനുഷ്യന് അവളുടെ പുറകെ പോയി അവൾ എവിടെയാന്ന് അന്വേഷിച്ച് ഓരോ വീടാന്നിനും കയറി ഇറങ്ങി അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ്, സ്നേഹിക്കുകയാണ് ആ വ്യക്തി. അപ്പൊ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഓസിയയുടെ കഥ നമ്മളോട് അല്ല യഥാർത്ഥ കഥയാണ്, അതെന്തിനാണ് നമ്മളോട് പറയുന്നത്? അവിടെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളാണ്. യഥാർത്ഥ ഭർത്താവായ ദൈവത്തെ ഉപേക്ഷിച്ച് പല ഭർത്താക്കന്മാരുടെ പുറകെ പോകുന്നയാളാണ് ഈ വേശ്യ എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെയാണ്. ഇവിടെ ഓസിയ ഈശോയാണ്. അപ്പൊ നിങ്ങൾ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-27 ഭാഗത്തൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയാം, അവൻ അവളെ കറയോ ചുളിവുകളോ ഇല്ലാതെ അവളെ പരിശുദ്ധനാക്കി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓസിയ ചെയ്ത പോലെ തന്നെയാണ്. പാപികളായ നമ്മളെ തന്റെ രക്തം കൊണ്ട് എന്റെ ഇല്ലായ്മ കൊണ്ട്, എന്റെ സഹനം കൊണ്ട് ഞാൻ അവളെ കഴുകുകയാണ്. അപ്പൊ ചിലപ്പോൾ ഒരുപക്ഷെ ഭർത്താവായിരിക്കാം, എന്റെ സഹനം കൊണ്ട്, എന്റെ സഫറിങ്സ് ഞാൻ അവന് വേണ്ടിയും ഈശോയ്ക്ക് നൽകിക്കൊണ്ട് അവന് വേണ്ടി ഞാൻ ഇല്ലാതായിക്കൊണ്ട് അവന്റെ കറകൾ ഞാൻ കഴുകുകയാണ്. അതാണ് ക്രൈസ്റ്റ് ലൈക്ക് ലവ്. അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഈശോ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? നിങ്ങളത് വായിച്ചു നോക്കി. അപ്പൊ അവിടെ കാണാം. അപ്പൊ ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇതാണ് ഫ്രീ ആയിട്ട് എന്നെ തന്നെ നൽകുക എന്നുള്ളത്. രണ്ടാമത്തത് ടോട്ടൽ, പൂർണ്ണമായിട്ട് നൽകുക. ഞാൻ എന്റെ ഭാര്യയോട് പറയടി, ഈ ഒരു വർഷം 365 ദിവസം, 364 ദിവസവും ഞാൻ നിന്റെ കൂടെ ഒരിടത്തോടും ഞാൻ പോകത്തില്ല, പക്ഷെ ഒരു ദിവസം ഞാൻ ലോകത്തെ ചേച്ചിയുടെ കൂടെ താമസിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഏത് ഭാര്യയാണ് സമ്മതിക്കുക? ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 365 ദിവസത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഈവൻ 0.5%. സമ്മതിക്കൂ? നിങ്ങളാണ് നിങ്ങളുടെ ഭർത്താവിനെ സമ്മതിക്കൂ? ഇല്ല. യു വാണ്ട് ഹിം 100% വിത്ത് യു. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഈ ടോട്ടൽ ഗിവിങ് എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരു വ്യക്തിയും ഉണ്ടാവില്ല. അത് എന്റെ മുമ്പിൽ കൂടെ നിന്നെക്കാളും ഭംഗിയുള്ള, നിന്നെക്കാളും നല്ല ക്യാരക്ടറുള്ള പല ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തേക്കാം. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ അവരൊന്നും നിന്നെ റീപ്ലേസ് ചെയ്യത്തില്ല. യു ആർ ദി ഓൺലി വൺ whom I have committed my life to. മനസ്സിലാകുന്നുണ്ടോ? അത് ഞാൻ പ്രോമിസ് ചെയ്ത യെസ് പറഞ്ഞ ആ കമ്മിറ്റ്മെന്റിനോട് ഞാൻ അവസാനം വരെ ഞാൻ ജീവിക്കും. അവസാനം വരെ ഞാൻ കമ്മിറ്റഡ് ആയിരിക്കും. അതാണ് അവൻ പൂർണ്ണമായി നൽകുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പം എന്റെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഞാൻ ഇജാക്കുലേറ്റ് ചെയ്യുമ്പം ഞാൻ അവളുടെ അത് പുറത്താണ് കളയുന്നെങ്കിൽ ഐ എം ഡിനൈങ് മൈസെൽഫ് ടു ഹെർ. മനസ്സിലാകുന്നുണ്ടോ? നമുക്കറിയാം, അതിലിപ്പോ കോണ്ടം ആയിരിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ യു ആർ ആക്ച്വലി ഡിനൈങ് യുവർ സെൽഫ് ടു ഹെർ. യു ആർ നോട്ട് ബിക്കമിങ് എ ഗിഫ്റ്റ് ടു ദാറ്റ് പേഴ്സൺ.
സോ യു നോട്ട് ഗിവിംഗ് യുവർ സെൽഫ് ഹോൾ 100%, ടോട്ടൽ അല്ല. അതുപോലെ തന്നെ ഇപ്പം ഒരു ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വേറൊരാളുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിലോ, അത് നിങ്ങൾ ഒന്നും വേണ്ട, അത് ഒരു ലിവ് ഇൻ റിലേഷൻഷിപ്പോ കൂടെ താമസിക്കുക ഒന്നും വേണ്ട. ദിവസം നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ കയറിയാൽ മതി. ദാറ്റ്സ് അൺഫെയ്ത്ത്ഫുൾനെസ്. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു വ്യക്തി, അത് നിങ്ങളുടെ ഇമാജിനേഷനിൽ കയറിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തയിൽ ഒരു ഭാര്യ അറിയാൻ പോകുന്നില്ല. ഭാര്യയുടെ മുമ്പിൽ നിങ്ങൾ ഭയങ്കര വിശുദ്ധനായിരിക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ, ഈവൻ വെൻ യു വാച്ച് പൊർണോഗ്രഫി, ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. യു ബീങ് അൺഫെയ്ത്ത്ഫുൾ ടു യുവർ വൈഫ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇറ്റ്സ് നോട്ട് 100% ഗിവിംഗ്. അപ്പം നിന്റെ സ്നേഹം പൂർണ്ണമായി നൽകുന്നതാണോ? നീ പൂർണ്ണമായി നൽകുന്നുണ്ടോ? ഈശോയുടെ സ്നേഹം നോക്ക്. ഈ ഗേവ് ഇറ്റ് ഓൾ. ആലോചിക്കുക, അവന് എന്താ കൊടുക്കാനുള്ളത്? ദൈവത്തിന് ആലോചിക്കുക. ദൈവത്തിന് ആപ്പാടെ ഉണ്ടായിരുന്ന ആരൊക്കെ? പുത്രൻ, പിന്നെ പരിശുദ്ധാത്മാവ്. കൊടുത്തില്ലേ രണ്ടുപേരെ? പുത്രനെ നമുക്ക് വേണ്ടി തന്നില്ലേ? പരിശുദ്ധാത്മാവിനെ നൽകിയില്ല നമുക്ക് വേണ്ടി? ഇനി ആരാ ഉള്ളത്? ഇനി എന്താ നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്? ഈശോയെ നോക്കി, അവൻ അവസാനത്തെ തുള്ളി ചോര വരെ നമുക്ക് തന്നില്ലേ? ഇനി എന്താ ഉള്ളതാണ്? എല്ലാം തന്നില്ലേ? വസ്ത്രവും എല്ലാം. അവൻ നീക്കഡ് ആയിട്ടാണ് കുരിശിൽ മരിച്ചത്. There is nothing else to be given. Everything. അവസാനത്തുള്ളി രക്തം, ചോരയും വെള്ളവും എല്ലാം ഒഴുക്കി തന്നില്ലേ അവൻ? അവന്റെ വസ്ത്രം വരെ പങ്കിട്ടെടുത്തില്ലേ? അല്ലെ? അവർ പറയുന്നുണ്ട്, നമുക്കറിയാം, ജോൺ പറയുന്നുണ്ട്, അവന്റെ ഒരു എല്ല് പോലും ഒടിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ഒരു എല്ലിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, ഒടിഞ്ഞ എല്ലൊക്കെ ആയിരുന്നെങ്കിൽ, ഞാൻ പറയാം അവന്റെ ഗിവിങ്ങിന് എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് വരില്ല. കാരണം അവൻ നല്ലതല്ല. അതായത് ഫോർ എക്സാമ്പിൾ, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു ആടിനെ ബലികഴിക്കാൻ പോകുമ്പോൾ എങ്ങനത്തെ ആടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് 1 വയസ്സുള്ളതായിരിക്കണം, ഊനമറ്റതായിരിക്കണം എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ 10 ആടുണ്ടെന്ന് വിചാരിക്കും. പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരു ആടിനെ പള്ളിയിലോട്ട് കൊണ്ടുവരണമെന്ന് പറയാം. നിങ്ങൾ എന്ന എല്ലാ ആടിനെയും നോക്കുമ്പോൾ ഒരു ചട്ടുള്ള ഒരു ആടിനെ കാണുന്നുണ്ട്. അപ്പൊ ഈ ആട് ഞാൻ കൊടുത്തേക്കാം. കാരണം അല്ലെങ്കിൽ എന്നാ, ഇപ്പൊ നാളെ വല്ലോ പട്ടിയോ ആരെങ്കിലും വന്ന് ഓടിച്ചാല് ഇതിന് ഓടാൻ പറ്റത്തില്ല, ഇതിന് എന്നാൾ ആരെങ്കിലും തിന്നുള്ളൂ, ഈ ആട്ടുമുന്നിനെ ഇവനെ കൊടുത്തേക്കാമെന്ന് നമ്മൾ വിചാരിക്കും. അത് ആ ഗിവിങ്, അതാണ് ആ കായനും ആയനും കൊടുത്തതിലുള്ള വ്യത്യാസം. അതാണ്. മനസ്സിലാകുന്നില്ലേ? അവനുള്ളതിൽ ഏറ്റവും നല്ലതും അവനെ തന്നെ നൽകുന്നതായിരുന്നു ആബേലിന്റെ ബലി. പക്ഷെ കായൻ അങ്ങനെയല്ല. കായൻ സെൽഫിഷ് ആയിരുന്നു. അപ്പം അവിടെ ഈശോ തന്നെ നൽകിയത്. ഇപ്പൊ ഈശോ 8ാമത്തെ വയസ്സിലാണ് മരിക്കുന്നെങ്കിൽ നിങ്ങൾ പറയും, അതെന്ത് സ്നേഹം, അത് പുള്ളിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. എന്നെ 8 വയസ്സിൽ ആർക്ക് എന്നെ അറിയാൻ പറ്റും? ഇനി അത് പറയാം, ഇനി 80ാമത്തെ വയസ്സിലാണ് മരിക്കുന്നെങ്കിൽ നിങ്ങൾ പറയും, അയാൾ എന്നാണ് ചാകാനിരിക്കുമായിരുന്നു, അതുകൊണ്ട് കുരിശിൽ കയറി മരിച്ചാൽ. ഇനിയിപ്പോ ക്യാൻസർ ഉണ്ടായിരുന്നു വിചാരിച്ചു ഈശോയ്ക്ക്, 33ാമത്തെ വയസ്സിൽ കിടന്നാൽ നിങ്ങൾ പറയും, പുള്ളി എന്നാളും ചാകാനിരിക്കുമായിരുന്നു, അതുകൊണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഈശോയ്ക്ക് നമുക്കറിയാം, he died when he was 33 and he was perfect. Think of his health. ഒരു അസുഖം അവനില്ലായിരുന്നു. അവന്റെ ഒരു അസ്ഥികൾ പോലും അവസാനം വരെ ഒടിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് ഗിവിങ്, 100% ഗിവിങ്. മനസ്സിലായില്ലേ? അപ്പം അച്ഛനാകാൻ പോകുന്നവരൊക്കെ അങ്ങനെയാണ്. അല്ലാതെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പൊടിയല്ലാത്ത ആൾക്കാരല്ല അച്ഛനാകാൻ പോകുന്നത്. ദ ബെസ്റ്റ് ഗോസ് ടു, അങ്ങനെ തന്നെയാണ് അത് കേട്ടോ. അച്ഛന്മാരാകാൻ പോകുന്ന, സിസ്റ്റേഴ്സ് ആകാൻ പോകുന്നവരും തിരികടെ ആൾക്കാരല്ല. ദ ബെസ്റ്റ് ഇസ് ഗിവൻ. എനിവേ, 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ടോട്ടൽ. 3ാമത്തത് ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക. ഈശോ പറഞ്ഞു, ഞാൻ ഐ ബി ഫെയ്ത്ത്ഫുൾ ടു യു ടിൽ ദി എൻഡ്, ഐ ബി വിത്ത് യു ടിൽ ദി എൻഡ് ഓഫ് ലൈഫ്. ലോകാവസാനം വരെ നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ ആരാണ്? ഐ എം എ ഗുഡ് ഷെപ്പേർഡ്. ഞാൻ ഒരു പെയ്ഡ് സെർവന്റിനെ പോലെ ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്ന പാർട്ടിയല്ല. ഐ വിൽ ഗിവ് മൈ ലൈഫ്. എന്റെ ആടുകൾക്ക് വേണ്ടി സ്വയം ജീവൻ അർപ്പിക്കുന്നവനാണ് ഞാൻ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. ഈശോ അവസാനം വരെ, അവൻ ഒരിക്കലും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന അനുസരിച്ചല്ല അവൻ ഇങ്ങോട്ട് ചെയ്യുന്നത്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന 12 പേര് ഓടിപ്പോയി. മനസ്സിലായില്ലേ? അവനെ വന്ന് പിടിച്ചപ്പോഴത്തേക്ക് കുരിശിലെ കയറ്റിയപ്പോൾ ഒരുത്തരും ഇല്ലായിരുന്നു. പക്ഷേ he was faithful. അവൻ റിസറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് അവരെ അന്വേഷിച്ചു വന്ന്, മക്കളെ നിങ്ങൾ എവിടെയാ, ഒന്നും കിട്ടിയില്ലേ? നിങ്ങൾ വലത്തുവശത്ത് വല വീശി കിട്ടും. എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോയി അവരെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത്, എന്നിട്ട് പൗലോസിനെ വിളിച്ചു ചോദിച്ചേട്ടാ, മോനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 പ്രാവശ്യം ചോദിക്കുക. എന്തിനാ 3 പ്രാവശ്യം? പണ്ട് ഡിനൈ ചെയ്താണ്. അതിനെ റീകൺസൈൽ ചെയ്യാണ്. അങ്ങനെ ദൈവം നമ്മൾ റീകൺസൈൽ ചെയ്ത് നമ്മുടെ പുറകെ നടന്ന്, he is faithful to us. Am I faithful? എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ, അവളല്ലാതെ വേറൊരു വ്യക്തിയില്ല എന്ന് സ്നേഹിക്കാനായിട്ട്, അതാണ് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്. അവസാനം വരെ. അത് നീ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കാനായിട്ടുള്ള ഉള്ള ജീവിതമാണ് എൻ്റെ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അതുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാം, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇതിലല്ലേ സ്നേഹം ഫെയ്ത്ത്ഫുൾ ആണ്. അപ്പൊ സ്നേഹം
എന്തൊക്കെയാണ്? ഫ്രീ ആണ്, ടോട്ടൽ ആണ്, ഫെയ്ത്ത്ഫുൾ ആണ്, അവസാനത്തെയാണ് ഫ്രൂട്ട്ഫുൾ. സ്നേഹം ഫ്രൂട്ട്ഫുൾ ആണ്. നമുക്കറിയാം ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു ഒരു ദൈവിക ചിഹ്നമാണ്. അല്ലെങ്കിൽ എവിടെ നമ്മൾ ഫ്രൂട്ട്ഫുൾനെസ് കാണും? നമുക്കൊരു കുരു കുഴിച്ചിട്ടാൽ അവിടെ ഒരു മാവായിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ. അപ്പം ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഒരു ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പം പിതാവ് പുത്രനും ഒന്നാകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട്ഫുൾനെസ് നമ്മളവിടെ കാണുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്നാകുമ്പോൾ അവിടെ കുഞ്ഞ് ജനിക്കുന്നു അല്ലെ. ഇതാണ് ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഐ ബി ഓപ്പൺ ടു ലൈഫ്. അപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, യഥാർത്ഥ സ്നേഹത്തിൽ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ അത് സ്നേഹമല്ല. അത് ഫ്രീ ആയിരിക്കണം, ടോട്ടൽ ആയിരിക്കണം, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം. ഇത് 4ഉം അല്ലെങ്കിൽ, ഇത് 4ഉം ഇല്ലെങ്കിൽ ദാറ്റ് ആക്ട് ഇസ് നോട്ട്, അത് ലസ്റ്റ് ആണ്, സ്നേഹമല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊന്ന് ഇപ്പൊ പ്രീ മാരിറ്റൽ സെക്സ് ബിഫോർ മാരേജ്, അതിനോട് ചോദ്യം ചോദിക്കുക, ഈസ് ഇറ്റ് ഫ്രീ, ഈസ് ഇറ്റ് ടോട്ടൽ? അവിടെ ഗിവിങ്, അവിടെ എന്ത് ഗിവിങ്? അവിടെ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? നീ അവിടെ പ്രീ മാരിറ്റൽ സെക്സിന്റെ അർത്ഥം എന്താണ്? ഐ എം നോട്ട് റെഡി ടു വെയിറ്റ് ഫോർ മാരേജ് ആൻഡ് ഓൾ ദാറ്റ്. ഇഫ് യു ലവ് മീ, നിനക്ക് എന്നെ അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഐ വോണ്ട് യുവർ ബോഡി, യു മസ്റ്റ് ഗിവ്, യു മസ്റ്റ് പെർമിറ്റ് മീ ടു യൂസ് യു. അവിടെ എന്ത് ഗിവിങ്? മനസ്സിലാവില്ല. ഫ്രീ ആയിട്ടുള്ള ഗിവിങ് ഇല്ല, അതിനകത്ത് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഗിവിങ്. എന്ത് ടോട്ടൽ? അവിടെ ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടോ? നത്തിങ്. ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടോ? ഇല്ല. But this is why the church says that is immoral and it's an act of lust, it's not love. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചോദിക്കും അത് സ്നേഹമല്ല ചേട്ടാ. സ്നേഹമല്ല, അത് ഉപയോഗം എന്ന് പറയാം. മനസ്സിലായില്ലേ? ഉപയോഗം, യൂട്ടിലിറ്റിയാണ്, സ്നേഹമല്ല. പിന്നെ ഇപ്പൊ മാസ്റ്റർബേഷനകത്ത് നിങ്ങളൊന്ന് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഇസ് ഇറ്റ് ഫ്രീ, ടോട്ടൽ, ഫെയ്ത്ത്ഫുൾ, ഫ്രൂട്ട്ഫുൾ? ഇസ് ഇറ്റ് ഫ്രീ? അതിന് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇറ്റ് ഇസ് എ സെൽഫിഷ് ആക്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് സെൽഫ് അബ്യൂസ് എന്നാ പറയാ. അവിടെ കൊടുക്കാൻ ആരും ഇല്ലാത്തപ്പോ എങ്ങനെയാ അതൊരു ഗിഫ്റ്റ് ആകുന്നത്? അപ്പൊ അതൊരു ഫ്രീ അല്ല, അത് ഫ്രീ ആകുന്നില്ല, ടോട്ടൽ ആകുന്നില്ല. എവിടെ ടോട്ടൽ? ആർക്ക് കൊടുക്കാൻ? ഫെയ്ത്ത്ഫുൾ ആണോ? ആരോട് ഫെയ്ത്ത്ഫുൾ? ഫ്രൂട്ട്ഫുൾ ആണോ? എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആണ്? ഇവിടെ കിട്ടുന്നുണ്ടോ? സോ ദിസ് ഇസ്, യു കെൻ അപ്ലൈ ദീസ് 4 things ടു എനി സെക്ഷുവൽ സെൻസ് ആൻഡ് യു വിൽ നോ. ഇത് 4 കാറ്റഗറി, ഈ 4 കാര്യങ്ങളും ഫുൾഫിൽ ആകുന്ന എവിടെയാണ്? യഥാർത്ഥ വിവാഹ ജീവിതത്തിലാണ്. നിങ്ങൾക്കറിയാം, ഈവൻ വിവാഹ ബന്ധത്തിൽ പോലും റേപ്പ് ഉണ്ടാവാറുണ്ട്. മനസ്സിലാകുന്നില്ലേ? വിവാഹം കഴിച്ചെന്ന് ഓർത്തുകൊണ്ട് പിന്നെ ചെയ്യുന്നതെല്ലാം ഓക്കെ ആണെന്നുള്ളതല്ല. വിവാഹത്തിൽ പോലും അവിടെ അവരുടെ നന്മയല്ലാതെ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിച്ച, റേപ്പ് ഇൻ മാരേജ്. അത് സിന്നാണ്, അത് പാപമാണ്. ഓക്കെ. So there are a few other things with regards to നമുക്കറിയാം ഈ IVF-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ നാച്ചുറൽ ഫാമിലി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പിന്നെ കോൺട്രസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. Then I will be able to answer. Okay, so with this I think I'll close today's session, and thank you so much, God bless you.